ഈ സൗണ്ട് കേട്ടില്ലേ? എങ്ങനെയുണ്ട്? ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതിനായി കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഒന്ന് ചപ്പാത്തിനേക്കാളും വണ്ണം കുറച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. അങ്ങനെ രണ്ട് സൈഡും ചൂടായി വന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാനിത് ട്രയാങ്കിൾ ഷേപ്പിൽ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും കട്ട് ചെയ്തിടാവുന്നതാണ്. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ചിപ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം തന്നെ ഞാൻ ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഒട്ടിപ്പിടിക്കാതെയും കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. ഇത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇളം ബ്രൗൺ ആകുമ്പോൾ തന്നെ കോരിയെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് മധുരം വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്തില്ല. ഇതിങ്ങനെ ഉണ്ടാക്കി എയർ കിടക്കാത്ത പാത്രത്തിലോട്ടിട്ട് ഒരു മാസത്തിലധികം നമുക്ക് കഴിക്കാനും പറ്റും. വീട്ടിൽ ചായക്കടി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കെമിക്കലൊന്നുമില്ലാതെ ധൈര്യത്തിൽ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഇത് വെറും ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.